ലൂസി ഇസൻ മെയ്. ചൈനയിലെ വിഖ്യാത മിഷണറിയായ ഇറ്റാലിയൻ ഈശോ സഭാ മാത്തയോ റിച്ചിയുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് വൈദികനായിരുന്ന ക്രിസ്തുവിശ്വാസത്തിലേക്ക് വന്ന ബുദ്ധമത സന്യാസിയുടെ മകളായിരുന്നു ലൂസി. സിച്ചുവാൻ പ്രൊവിൻസിൽ ഡിസംബർ 9, 1815 ലൂസി ജനിച്ചത്. 12 വയസ്സിൽ തന്നെ അവൾ ജീവിതം ദൈവത്തിന് 5 സമർപ്പിച്ച് കന്യാത്വം നേർന്നിരുന്നു. പ്രാർത്ഥനയിലും മതപഠനത്തിലും അവൾ വളരെ ശ്രദ്ധാലുവായിരുന്നു. തന്റെ പിതാവിന്റെ മരണശേഷമേ അവൾ മിക്കവാറും സമയം ചെലവഴിച്ചത് വേണ്ടിയായിരുന്ന വിനെക്കുറിച്ച് പറഞ്ഞുകൊടുപ്പിൽ ചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. നീൽ അവളെ മുതിർന്ന സ്ത്രീകളെ മതബോധനം നടത്താൻ നിയോഗിച്ചു. അതിന് അവൾക്കു നൽകിയ സാമ്പത്തിക പ്രതിഫലം അവൾ കൈപ്പറ്റിയില്ല. അവൾ തന്റെ ശുശ്രൂഷ സമ്പൂർണമായും ദൈവത്തിനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാരിതോഷികവും പ്രതിഫലവും നിരസിച്ചു. ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ഭവനസന്ദർശനം നടത്തി അവൾ യേശുവിനെ അറിയിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ ലൂസി തന്റെ ക്രൂശിത രൂപവും ജപമാലയും എടുത്ത് ജോൺ സാങ്ങിന്റെ മകളായ ജാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രാർത്ഥനകളെല്ലാം ഞാൻ ചൊല്ലിക്കഴിഞ്ഞു. ഇവ എനിക്ക് ഇനി ആവശ്യമില്ല, എന്റെ സഹോദര ഓർമ്മയ്ക്കായി നൽകുക. ഫെബ്രുവരി 18 വെൻ-നെയ്ര അടക്കം 4 പേരെ വിചാരണ കൂടാതെ സൈന്യം വധിച്ച് തിരിച്ചുവരികയായിരുന്നു. അവർ വഴിയിൽ വച്ച് ലൂസിയെ കണ്ടുമുട്ടി. അവളെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചു. പിറ്റേ ദിവസം ലൂസിയും ശിരച്ഛേദം ചെയ്യപ്പെട്ടു. ധീരയായ ക്രൈസ്തവർ ആ 5 രക്തസാക്ഷികളുടെയും ശരീരം എടുത്ത് ലീചൊങ്കുവാൻ എന്ന സെമിനാരി മൈതാനത്ത് കൊണ്ടുചെന്ന് സംസ്കരിച്ചു. ജോൺ പോൾ രണ്ടാമൻ പാപ്പ ലൂസിയെയും സഹരക്തസാക്ഷികളെയും ഒക്ടോബർ 1, 2000 വിശുദ്ധരായി പ്രഖ്യാപിച്ചു.